എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റിവ്യൂ ഒരു ചൈനീസ് ഫാൻറ്റസി റിലേറ്റഡ് ഡ്രാമയെക്കുറിച്ചാണ്. ഈ ഡ്രാമയിലെ മെയിൻ പ്ലോട്ട് എന്താണെന്ന് ഞാൻ ചുരുക്കത്തിൽ പറയാം. ഒരു പൂച്ചയെ അപകടത്തിൽ നിന്നും ഈ കഥാനായകനായ പയ്യൻ രക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു. പിറ്റേ ദിവസം അവൻ രാവിലെ നോക്കുമ്പോൾ ആ പൂച്ച ഒരു പെൺകുട്ടിയായി മാറിയിരിക്കുകയാണ്. പരസ്പരം ഒട്ടും ഒത്തുപോകാത്ത ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇവർക്കിടയിൽ സ്നേഹവും സൗഹൃദവും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഡ്രാമയാണിത്. ഇതിൽ ഈ പൂച്ചയായിട്ട് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പെൺകുട്ടി വളരെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ നടത്തമായാലും ആ ഫേസിലെ എക്സ്പ്രഷൻ ആയാലും എല്ലാം നമുക്കൊരു പൂച്ചയെ പോലെ തന്നെ തോന്നിക്കും. പെൺകുട്ടി ഒരു മനുഷ്യനായി മാറിയാലും പെരുമാറുന്നതൊക്കെ ഒരു പൂച്ചയെ പോലെയാണ്. ഈ പെൺകുട്ടിയെ കണ്ടാലും നമുക്ക് ശരിക്കും ഒരു പൂച്ചയാണോ എന്ന് തന്നെ തോന്നിപ്പോവും. ആ രീതിയിലുള്ള ഫേസ് എക്സ്പ്രഷൻ ആയിക്കോട്ടെ, ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാം ഒരു പൂച്ചയെ പോലെ തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ആ പെൺകുട്ടി ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പൂച്ചയെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു കഥാപാത്രത്തിലൂടെ മനസ്സിലാവും. വളരെ നല്ല രീതിയിൽ ആ ക്യാരക്ടർ ഈ പെൺകുട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കിടയിലുള്ള ഇഷ്ടക്കേടൊക്കെ മാറി ഇവർ പരസ്പരം ഒരുപാട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് ഈ ഒരു അപകടത്തിലൂടെ. ഇവളിങ്ങനെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഇവന് ഒട്ടും തന്നെ അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേദനയൊക്കെ അവൾക്ക് സഹിക്കേണ്ടി വരുന്നതെന്ന് ആലോചിച്ചിട്ട് അവന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഇവളുടെ അസുഖം ഭേദമാകുന്നത് വരെ ഫുൾ ടൈമും ഇവനാണെങ്കിൽ അവളുടെ കൂടെ തന്നെ നിന്ന് ഇവളെ ഒരു കൊച്ചു കുട്ടിയെ പോലെ തന്നെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പൂച്ചകൾ എപ്പോഴും കൊച്ചു കുട്ടികളെ പോലെയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ സ്വഭാവവും അങ്ങനെയാണ്. അവൻ നല്ല രീതിയിൽ തന്നെ ഇവളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളെ മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഇവൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾക്ക് അനസ്തേഷ്യ അലർജി ആയതുകൊണ്ട് തന്നെ ഒട്ടും അനസ്തേഷ്യ കൊടുക്കാതെയാണ് അവൾക്ക് സ്റ്റിച്ചൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. താങ്ക്